ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മൂവ്മെൻറ്റ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ഈ ടോപ്പിക്കിനകത്ത് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻ മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് ഉള്ളത്. അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാൻ മൂവ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമുക്കറിയാം ആനിമൽസിന് എന്തുണ്ട്, മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, പ്ലാന്റ്സിനും മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇനി ഈ പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസിനനുസരിച്ചിട്ടാണ് പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. ഓക്കെ, ഒരു സ്റ്റിമുലസിനോട് എങ്ങനെയാണോ ഒരു പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് എന്തെടുക്കുന്നത്, മൂവ്മെൻറ്റ് നടക്കുന്നത്. ഇനി എന്താണ് സ്റ്റിമുലസ്? എ സ്റ്റിമുലസ് ഈസ് എനി ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഫാക്ടർ ദാറ്റ് കോസസ് എ റെസ്പോൺസ്. ഒരു റെസ്പോൺസിന് കാരണമാകുന്ന ഇൻറ്റേർണൽ ആയതോ എക്സ്റ്റേണൽ ആയതോ ആയ ഫാക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്റ്റിമുലസ് എന്ന് പറയുക. സ്റ്റിമുലസിന് എക്സാമ്പിളാണ് പറയുന്നത് ലൈറ്റ്, വാട്ടർ, ടച്ച്, ഗ്രാവിറ്റി ആൻഡ് കെമിക്കൽസ്. ഇതൊക്കെയാണ് സ്റ്റിമുലസിന് എക്സാമ്പിളുകൾ. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് പ്ലാൻ മൂവ്മെൻറ്റ്സ് ആണ്. പ്രധാനമായിട്ടും പ്ലാൻ മൂവ്മെൻറ്റ്സിനെ രണ്ടായിട്ട് തിരിക്കാം, ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്നും നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്നും. ദെൻ ട്രോപ്പിക് മൂവ്മെൻറ്റ്. എന്താണ് ട്രോപ്പിക് മൂവ്മെൻറ്റ്? മൂവ്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ ഡയറക്ഷനിലുള്ള പ്ലാന്റിൻ്റെ മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുക, ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുക. ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിമുലസിൻ്റെ ഡയറക്ഷൻ ഏതോ ആ ഡയറക്ഷനിലേക്ക് പ്ലാന്റ്സ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അതിനെയാണ് ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുക. ഷോസ് ഗ്രോത്ത് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ട്രോപ്പിക് മൂവ്മെൻറ്റിൽ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ നമുക്ക് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പറയാം. എക്സാമ്പിൾസ് ഓഫ് സ്റ്റിമുലൈ. ട്രോപ്പിക് മൂവ്മെൻറ്റിൽ പ്രധാനമായിട്ടും ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റിമുലസുകൾ, അതായത് സ്റ്റിമുലസിൻ്റെ ഡയറക്ഷനാണ് ഉള്ള മൂവ്മെൻറ്റിനെയാണ് ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുക. സ്റ്റിമുലസുകൾ ഏതൊക്കെ വരാം, ലൈറ്റ്, ഗ്രാവിറ്റി, വാട്ടർ, ടച്ച്, കെമിക്കൽസ്, ഇതെല്ലാം എന്താണ്, സ്റ്റിമുലസുകളാണ്. അടുത്തതാണ് ടൈപ്സ് ഓഫ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. അതായത് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് പലതരത്തിലുണ്ട്. അതിലൊന്നാണ് ഫോട്ടോട്രോപ്പിസം. എന്താണ് ഫോട്ടോട്രോപ്പിസം? മൂവ്മെൻറ്റ് ഇൻ റെസ്പോൺസ് ടു ലൈറ്റ്. ലൈറ്റ് എന്ന സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് അനുസരിച്ച് ആ പ്ലാന്റിലുള്ള മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുക, ഫോട്ടോട്രോപ്പിസം എന്ന് പറയുക. അപ്പോൾ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത് ഒരു പ്ലാൻ മൂവ്മെൻ്റ് ആണ്. ഏത് തരം പ്ലാൻ മൂവ്മെൻ്റ് ആണ്? ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഫോട്ടോട്രോപ്പിസം എന്ന ട്രോപ്പിക് മൂവ്മെൻറ്റിൽ ഉള്ള സ്റ്റിമുലസ് ആണ് ഏത്, ലൈറ്റ് എന്ന് പറയുന്നത്. ഷൂട്ട് ഗ്രോസ് ടുവേർഡ്സ് ലൈറ്റ്. അതായത് ഫോട്ടോട്രോപ്പിസത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്നും നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്നും. ഈ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ ഷൂട്ട് എങ്ങോട്ടായിരിക്കും, ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും വളരുക. അപ്പോൾ ഇമേജിൽ നോക്കി അറിയാം, സൺലൈറ്റ് എങ്ങോട്ടാണോ ആ ഭാഗത്തേക്കാണ് അതിൻ്റെ ഷൂട്ട്സ് വളർന്ന് പോകുന്നത്. അപ്പോൾ അത്തരം ഗ്രോത്തിനെയാണ് പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുക. അവിടുത്തെ സ്റ്റിമുലസ് ആയ ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഷൂട്ട് എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്. അത്തരം മൂവ്മെൻറ്റിനെ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയാം. ഇനി എന്നാൽ ആ പ്ലാന്റിൻ്റെ റൂട്ട്സ് എങ്ങോട്ടായിരിക്കും, സൺലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വളരുക. റൂട്ട്സ് ഗ്രോ എവേ ഫ്രം ലൈറ്റ്. അത്ര മൂവ്മെൻറ്റിനെ എന്തെന്ന് പറയാം, നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയാം. അടുത്തതാണ് ജിയോട്രോപ്പിസം. അടുത്ത തരം ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ് ജിയോട്രോപ്പിസം എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ് ഇൻ റെസ്പോൺസ് ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്ന് പറയുന്ന സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് അനുസരിച്ചിട്ട് ആ പ്ലാന്റിലുള്ള മൂവ്മെൻറ്റിനെയാണ് ജിയോട്രോപ്പിസം എന്ന് പറയുക. ഓക്കെ, ജിയോട്രോപ്പിസവും എന്തുണ്ട്, രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് ജിയോട്രോപ്പിസം ഉണ്ട്, നെഗറ്റീവ് ജിയോട്രോപ്പിസം ഉണ്ട്. നമുക്കറിയാം ഗ്രാവിറ്റി എപ്പോഴും താഴോട്ടാണ് ആക്ട് ചെയ്യുക, അല്ലേ? അപ്പോൾ താഴോട്ട്, ഒരു പ്ലാന്റിൻ്റെ താഴോട്ട് വളരുന്ന പാർട്ട് എന്ന് പറയുന്നത് റൂട്ടാണ്. അപ്പോൾ റൂട്ട് എന്തിൻ്റെ ഡയറക്ഷന് സെയിം ആയിരിക്കും, ഗ്രാവിറ്റിയുടെ ഡയറക്ഷന് അതേ ഡയറക്ഷനിലാണ് റൂട്ട് എന്ത് ചെയ്യുന്നത്, വളരുന്നത്. സോ അത്തരം മൂവ്മെൻറ്റിനെ എന്തെന്ന് പറയാം,
സ്റ്റിമുലസിൻ്റെ അതേ ഡയറക്ഷനിൽ വളരുന്നതിനെയാണ് നമ്മൾ ട്രോപ്പിക് മൂവ്മെൻ്റ് എന്ന് പറയുക. ഇവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. ആ ഗ്രാവിറ്റിയുടെ അതേ ഡയറക്ഷനിൽ വളരുന്ന പാർട്ടാണ് റൂട്ട്. അപ്പോൾ റൂട്ടാണ് പോസിറ്റീവ് ജിയോട്രോപ്പിസം കാണിക്കുന്നത്. എന്നാൽ ഷൂട്ട് എങ്ങോട്ടാണ്? മുകളിലേക്കാണ് വളരുക. ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വളരുക. അതിനെ എന്തെന്ന് പറയാം? നെഗറ്റീവ് ജിയോട്രോപ്പിസം എന്ന് പറയാം. ഓക്കെ, അതാണ് ഇമേജിൽ കാണിച്ചിരിക്കുന്നത്. റൂട്ടിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൂട്ടിൻ്റെ ഗ്രോത്ത് എന്താണ്? പോസിറ്റീവ് ജിയോട്രോപ്പിസമാണ്. ഷൂട്ടിൻ്റെ എന്താണ്? നെഗറ്റീവ് ജിയോട്രോപ്പിസമാണ്. അടുത്ത തരം ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ് ഹൈഡ്രോട്രോപ്പിസം. മൂവ്മെൻറ്റ് ഇൻ റെസ്പോൺസ് ടു വാട്ടർ. വാട്ടർ എന്ന് പറയുന്ന സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ട് ആ പ്ലാന്റിലുള്ള മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുക? ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുക. ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു പ്ലാന്റ് വളരുന്നതിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ എന്തുണ്ട്? മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റൂട്ട് എന്ത് ചെയ്യും? നേരെ വളരും. എന്നാൽ ആ പ്ലാന്റ് ഒരു ഡ്രൈ പ്ലേസിലാണ് വളരുന്നതെങ്കിൽ അവിടെ സോയിൽ എന്തല്ല? മോയ്സ്ചർ അല്ല എങ്കിൽ എവിടെയാണോ വാട്ടർ കണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? റൂട്ട് വളരാൻ തുടങ്ങും. അത്തരം പ്ലാന്റിൻ്റെ മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുക? ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുക. അപ്പോൾ റൂട്ട് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? വാട്ടർ കണ്ടന്റ് എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്കായിരിക്കും വളരുക. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് പ്ലാന്റ്സ് അബ്സോർബ് സഫിഷ്യൻറ്റ് വാട്ടർ. പ്ലാന്റിന് ആവശ്യമായ വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് ഈ ഹൈഡ്രോട്രോപ്പിസം എന്ന മൂവ്മെൻറ്റ് പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അടുത്തതാണ് അതർ ട്രോപ്പിക് മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ട്രോപ്പിക് മൂവ്മെൻറ്റുകളാണ് ഹൈഡ്രോട്രോപ്പിസം, ജിയോട്രോപ്പിസം ആൻഡ് ഫോട്ടോട്രോപ്പിസം. ഇനി മറ്റു തരത്തിലും ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതാണ് ഹാപ്റ്റോട്രോപ്പിസവും കീമോട്രോപ്പിസവും. ഹാപ്റ്റോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ടു ടച്ച്. അതായത് സ്റ്റിമുലസ് എന്താണ് അവിടെ? ടച്ചാണ്. ടച്ച് എന്ന സ്റ്റിമുലസിനെ ോടുള്ള പ്ലാന്റിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഇത് പ്രധാനമായിട്ടും കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ക്ലൈംബേഴ്സിലാണ്. അതായത് ഈ ക്ലൈംബേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ടെൻഡ്രിൽസ് ഉണ്ട്. ഈ ടെൻഡ്രിൽസ് എപ്പോഴും എന്തെങ്കിലും ഒന്നിനെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കോയിൽ ചെയ്ത് കാണപ്പെടും. ഓക്കെ, സപ്പോർട്ടിന് വേണ്ടിയിട്ട് മറ്റൊന്നിലേക്ക് കോയിൽ ചെയ്താണ് അവർ ക്ലൈംബേഴ്സ് പൊതുവെ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ക്ലൈംബേഴ്സിൻ്റെ ആ ടെൻഡ്രിൽസ് കോയിൽ ചെയ്യുന്ന ആ മൂവ്മെൻറ്റ് അതിനെയാണ് എന്തെന്ന് പറയുക? ഹാപ്റ്റോട്രോപ്പിസം എന്ന് പറയുക. അടുത്തതാണ് കീമോട്രോപ്പിസം. കീമോട്രോപ്പിസം റെസ്പോൺസ് ടു കെമിക്കൽസ്. അതായത് കീമോട്രോപ്പിസത്തിൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസിനോടുള്ള റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാന്റ് മൂവ്മെൻറ്റിനെയാണ് കീമോട്രോപ്പിസം എന്ന് പറയുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളൻ ട്യൂബ് ഗ്രോവിങ് ടുവേർഡ്സ് ഓവ്യൂള്. അതായത് പോളൻ ട്യൂബ് എങ്ങോട്ടേക്കാണ്? ഓവ്യൂളിലേക്കാണ് വളരുക. അപ്പോൾ ആ പോളൻ ട്യൂബിൻ്റെ ഓവ്യൂളിലേക്കുള്ള ആ വളർച്ച, അത്തരം മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുക? കീമോട്രോപ്പിസം എന്ന് പറയുക. ഇമേജിൽ കാണാൻ സാധിക്കും എന്താണ്? ഒവ്യൂൾ ഒരു കെമിക്കൽ സ്റ്റിമുലസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് അതിനോടുള്ള റെസ്പോൺസ് കാരണമാണ് പോളൻ ട്യൂബ് ഒവ്യൂളിലേക്ക് എന്ത് ചെയ്യുന്നത്? വളരുന്നത്. ഓക്കെ, ഇതാണ് കീമോട്രോപ്പിസം എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പോൺസ് ടു കെമിക്കൽസ് ആണ് കീമോട്രോപ്പിസം. എക്സാമ്പിൾ എന്താണ്? പോളൻ ട്യൂബ് ഗ്രോയിങ് ടുവേർഡ്സ് ഓവ്യൂള്. ഓക്കെ, ദെൻ നാസ്റ്റിക് മൂവ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു പ്ലാൻ മൂവ്മെൻറ്റ്സ് പ്രധാനമായിട്ട് 2 തരമാണുള്ളത്, ട്രോപ്പിക് മൂവ്മെൻറ്റും നാസ്റ്റിക് മൂവ്മെൻറ്റും. ഓക്കെ, അതിൽ ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്താണെന്നാണ് പറഞ്ഞത്? ഒരു സ്റ്റിമുലസിനോട് അല്ലെങ്കിൽ ആ സ്റ്റിമുലസിൻ്റെ അതേ ഡയറക്ഷനിലുള്ള പ്ലാന്റിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുക. എന്നാൽ നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്താണ്? മൂവ്മെൻറ്റ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റ് അല്ല നാസ്റ്റിക് മൂവ്മെൻറ്റ്. ഓക്കെ, ഡസ് നോട്ട് ഇൻവോൾവ് ഗ്രോത്ത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? നാസ്റ്റിക് മൂവ്മെൻറ്റിൽ ഗ്രോത്തിനെ ഇൻവോൾവ് ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ പറഞ്ഞിരുന്നു ട്രോപ്പിക് മൂവ്മെൻറ്റിൽ എങ്ങനെയാണ്? ഇപ്പോൾ സൺലൈറ്റ് ഒരു സ്റ്റിമുലസ് ആണ്. സ്റ്റിമുലസിൻ്റെ അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഷൂട്ട്സ് വളരുന്നുണ്ട് അല്ലേ? അപ്പോൾ
സൺലൈറ്റ് എവിടെ നിന്നാണോ കിട്ടുന്നത് ആ ഡയറക്ഷനിലേക്ക് പ്ലാന്റ് മൂവ് ചെയ്യുക മാത്രമാണോ, അതേ ഡയറക്ഷനിലാണ് അതിൻ്റെ ഗ്രോത്തും നടക്കുന്നത്. അപ്പോൾ അവിടെ ഗ്രോത്തും നടക്കുന്നുണ്ട്, സ്റ്റിമുലസിൻ്റെ അതേ ഡയറക്ഷനിൽ മൂവ്മെൻറ്റും നടക്കുന്നുണ്ട്. എന്നാൽ നാസ്റ്റിക് മൂവ്മെൻറ്റിൽ സ്റ്റിമുലസിനെ ബേസ് ചെയ്തിട്ടല്ല മൂവ്മെൻറ്റ് നടക്കുന്നത്, അതേപോലെ അവിടെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്നില്ല ഈ മൂവ്മെൻറ്റ്. യൂഷ്വലി ഫാസ്റ്റ് ആൻഡ് റിവേഴ്സിബിൾ. അതായത് നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണപ്പെടുന്ന ചേഞ്ചസ് ആണ്. എന്നാൽ ട്രോപ്പിക് മൂവ്മെൻറ്റ് എങ്ങനെയാണ്? സൺലൈറ്റ് ഏത് ഡയറക്ഷനിലാണോ ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് ട്രീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. ഗ്രാജുവലി എവിടെ നിന്നാണോ സൺലൈറ്റ് വരുന്നത് ആ ഡയറക്ഷനിലേക്ക് പതുക്കെ പതുക്കെയാണ് പ്ലാന്റ്സ് മൂവ് ചെയ്ത് പോവുക. എന്നാൽ നാസ്റ്റിക് മൂവ്മെൻറ്റിൽ എങ്ങനെയാണ്? ഫാസ്റ്റിലാണ് മൂവ്മെൻറ്റ് നടക്കുക. അതേപോലെ തന്നെ അത് എത്ര പെട്ടെന്നാണോ ചേഞ്ചസ് വന്നത് അതേപോലെ തന്നെ അത് എന്ത് ചെയ്യും, തിരിച്ച് പഴയ പോലെയാവും, റിവേഴ്സിബിൾ ആകും. ദെൻ എക്സാമ്പിൾസ് ഓഫ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ടച്ച് മീ നോട്ട് പ്ലാന്റ്. നമുക്കറിയാം തൊട്ടാവാടി, അതിൽ എന്ത് ഫാസ്റ്റിലാണ് മൂവ്മെൻറ്റ് നടക്കുക. നമ്മളൊന്ന് ടച്ച് ചെയ്യുന്ന സമയം തന്നെ അതിൻ്റെ ലീവ്സ് എന്ത് ചെയ്യാറുണ്ട്, ക്ലോസ് ആവാറുണ്ട്. അപ്പോൾ അത്രയും ഫാസ്റ്റാണ് എന്ത്, നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ടിഗ്മോനാസ്റ്റി. നമ്മൾ തൊട്ടാവാടി എന്ന് പറയുന്ന പ്ലാന്റിനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലീവ്സ് ക്ലോസ് ആവുന്നുണ്ട്. അത്തരം മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുക, ടിഗ്മോനാസ്റ്റി എന്ന് പറയുക. കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ടർഗർ പ്രഷർ. ടർഗർ പ്രഷറിലുള്ള ചേഞ്ചസ് ആണ് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റിന് കാരണം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രോപ്പിക് മൂവ്മെൻറ്റ് ആൻഡ് നാസ്റ്റിക് മൂവ്മെൻറ്റ് ആണ്. ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്താണ്, ഡയറക്ഷണൽ ആണ്. എന്തിൻ്റെ ഡയറക്ഷനാണ് ട്രോപ്പിക് മൂവ്മെൻറ്റ് നടക്കുക? സ്റ്റിമുലസിൻ്റെ ഡയറക്ഷനിലാണ് നടക്കുക. എന്നാൽ നാസ്റ്റിക് മൂവ്മെൻറ്റ് നോൺ ഡയറക്ഷണൽ ആണ്. അവിടെ സ്റ്റിമുലസിൻ്റെ ഡയറക്ഷൻ അത് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻവോൾവ് ആണ്. അതായത് സ്റ്റിമുലസുകളായ വാട്ടർ ആയിക്കോട്ടെ, സൺലൈറ്റ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അതെവിടെ നിന്നാണോ ലഭ്യമാകുന്നത് ആ ഡയറക്ഷനിലാണ് പ്ലാന്റ് എന്ത് ചെയ്യുക, മൂവും ചെയ്യുക. ആ ഡയറക്ഷനിലാണ് അവർ ഗ്രോത്ത് നടക്കുക. ഓക്കെ, അപ്പോൾ ഗ്രോത്തിനെ ഇൻവോൾവ് ചെയ്യുന്ന മൂവ്മെൻ്റ് ആണ് ട്രോപ്പിക് മൂവ്മെൻറ്റ്. എന്നാൽ നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നോ ഗ്രോത്ത്, അവിടെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്നില്ല. അതേപോലെ ട്രോപ്പിക് മൂവ്മെൻറ്റ് ഗ്രാജുവലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്, സ്ലോ പ്രോസസ്സാണ്. എന്നാൽ നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫാസ്റ്റ് ആണ്. അതേപോലെ ട്രോപ്പിക് മൂവ്മെൻറ്റ് പെർമനൻ്റ് ആണ്. അതായത് സ്റ്റിമുലസ് എവിടെ നിന്നാണോ ആ ഡയറക്ഷനിലേക്ക് പ്ലാന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലാണ് പിന്നെ അതിൻ്റെ വളർച്ച വരിക. എന്നാൽ നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ടച്ച് മീ നോട്ട് പ്ലാന്റ് നമുക്കറിയാം, ടച്ച് ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലീഫ് ക്ലോസ് ആവുന്നുണ്ട്, ആ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ആ മൂവ്മെൻറ്റ്, ആ ലീഫ് എന്ത് ചെയ്യുന്നുണ്ട്, പഴയപടിയായി നിവർന്ന് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ടെമ്പററി മൂവ്മെൻ്റ് ആണ് നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാൻ മൂവ്മെൻ്റ് ആണ്. പ്ലാൻ മൂവ്മെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഹെൽപ്പ് പ്ലാന്റ്സ് ഗെറ്റ് ലൈറ്റ് ആൻഡ് വാട്ടർ. അതായത് പ്ലാന്റ്സിന് വാട്ടറും ലൈറ്റും ഒക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മൂവ്മെൻറ്റ്സ് ആണല്ലേ. ഫോട്ടോട്രോപ്പിസവും അതേപോലെ ഹൈഡ്രോട്രോപ്പിസവും എന്ന് പറയുന്ന രണ്ട് മൂവ്മെൻറ്റ്സ് പ്ലാന്റ്സിൽ ഉള്ളത് കൊണ്ടിട്ടാണ് പ്ലാന്റ്സിന് ആവശ്യമായ ലൈറ്റും വാട്ടറൊക്കെ കിട്ടുന്നത്. അതായത് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത് ലൈറ്റ് എവിടെ നിന്നാണോ ആ ഡയറക്ഷനിലേക്ക് പ്ലാന്റിൻ്റെ മൂവ്മെൻ്റ് ആണ്. അതേപോലെ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് റൂട്ട്സ് ആ ഡയറക്ഷനിലേക്ക് വളരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എല്ലായ്പ്പോഴും ഒരു പ്ലാന്റ് പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്തോ വാട്ടർ അവൈലബിലിറ്റി ഉള്ളിടത്തോ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് നനയ്ക്കാനൊന്നും പറ്റിയെന്നിരിക്കില്ല. അങ്ങനെയുള്ളിടത്തായിരിക്കും നമ്മൾ ചെടികൾ നടുക. എന്നിരുന്നാൽ പോലും ചെടികൾക്ക് സ്വന്തമായിട്ട് അവർക്ക് ആവശ്യമായ വെള്ളവും അതുപോലെ ലൈറ്റും കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ തന്നെയുള്ള ഒരു മൂവ്മെൻറ്റ്, ആ പ്ലാന്റ്സിൻ്റെ ഇത്തരം മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ടിട്ടാണ് അവർക്ക് സ്വന്തമായിട്ട് വാട്ടറും അതുപോലെ സൺലൈറ്റൊക്കെ നേടിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോട്രോപ്പിസം അല്ലെങ്കിൽ ഫോട്ടോട്രോപ്പിസം ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ പ്ലാന്റ്സിന് നമ്മളെങ്ങനെ ചെയ്യണമായിരുന്നു, കറക്റ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് അല്ലെങ്കിൽ വാട്ടർ അവൈലബിലിറ്റി ഉള്ളിടത്ത് പ്ലേസ് ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു പ്ലേസിലാണെങ്കിൽ കൂടെയും പ്ലാന്റ്സിന് ഇത്തരം ഒരു മൂവ്മെൻറ്റ്സ് അവരിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആവശ്യമായ ലൈറ്റും വാട്ടറൊക്കെ
ലഭ്യമാകുന്നത്. അതേപോലെ അസിസ്റ്റ് ഇൻ പ്രൊട്ടക്ഷൻ, ഈ പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റ്സിന് എന്തിന് പ്രൊട്ടക്ഷന്, നാസ്റ്റിക് മൂവ്മെൻ്റ് ഒക്കെ പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ സപ്പോർട്ട് സർവൈവൽ ആൻഡ് അഡാപ്റ്റേഷൻ, അതുപോലെ ഷോസ് റെസ്പോൺസീവ്നെസ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ് മൂവ്മെൻറ്റ് കൊണ്ടുള്ള പ്ലാന്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറും ലൈറ്റും കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ സർവൈവലിനും അഡാപ്റ്റേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് പ്ലാന്റ് മൂവ്മെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, പ്ലാന്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സ്റ്റിമുലസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ട്രോപ്പിക് മൂവ്മെൻറ്റ് ഡിപ്പെൻസ് ഓൺ സ്റ്റിമുലസ് ഡയറക്ഷൻ. സ്റ്റിമുലസിനെ ബേസ് ചെയ്തിട്ടാണ് മൂവ്മെൻറ്റ്സ് നടക്കുക. പക്ഷേ ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റിമുലസിൻ്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ആ മൂവ്മെൻറ്റ് നടക്കുക. എന്നാൽ നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റിമുലസിൻ്റെ ഡയറക്ഷനെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ മൂവ്മെൻറ്റ്സ് എല്ലാം എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു പ്ലാന്റിനെ സർവൈവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് മൂവ്മെൻറ്റ്സ് ആണ്. പ്രധാനമായിട്ടും 2 തരത്തിലാണ് മൂവ്മെൻറ്റ്സ് ഉള്ളത്, ട്രോപ്പിക് മൂവ്മെൻറ്റും നാസ്റ്റിക് മൂവ്മെൻറ്റും. ഓക്കെ, ട്രോപ്പിക് മൂവ്മെൻ്റ് ആണെങ്കിൽ സ്റ്റിമുലസിൻ്റെ ഡയറക്ഷനിലായിരിക്കും മൂവ്മെൻറ്റ് നടക്കുക. നാസ്റ്റിക് ആണെങ്കിൽ സ്റ്റിമുലസിൻ്റെ ഡയറക്ഷനല്ല അനുസരിച്ചല്ല മൂവ്മെൻറ്റ് നടക്കുക. ട്രോപ്പിക് മൂവ്മെൻറ്റിന് ഉദാഹരണം, അതായത് ട്രോപ്പിക് മൂവ്മെൻറ്റ് പല തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഹൈഡ്രോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഫോട്ടോട്രോപ്പിസം, കീമോട്രോപ്പിസം, ഹാപ്റ്റോട്രോപ്പിസം, ഇതൊക്കെ എന്താണ്? ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ആണ്. ഇത്രയാണ് ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.